marking the beginning of a profound spiritual journey for Karunagaran Shanti. A few days later, Karunagaran Shanti left Aravipuram for Shivagiri. However, after experiencing some profoundly painful and distressing events there, he decided he could no longer stay and set off to see Pattani Swami at Bhimapalli. By the time he arrived, night had fallen and the cold from the open sea was creeping onto the shore. Hunger gnawed at his stomach. Post midnight, an old lady approached Karunagaran Shanti and said, "Bhima asked me to bring food because someone here is lying hungry. I thought it was Ustad." These were moments filled with the grace of divine compassion. The next morning, Pattani Swami told him, "You must return to Shivagiri immediately. There is no one there." Not daring to disobey the Guru's words, Karunagaran Shanti made his way back to Shivagiri. Upon his return, Pattani Swami visited Shivagiri and met with Shanti, indicating that a significant change was imminent. After 17 years of selfless service without receiving a single paisa as payment, Karunagaran Shanti found himself facing circumstances that required him to leave Shivagiri. This unexpected turn of events was laden with both challenge and promise, marking the end of one chapter and the beginning of another in his spiritual journey. ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു യാത്രയുടെ ഒരു രാത്രിയിലാണ് സ്വാമിജിമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാമിജിയുടെ ആശ്രമവും അവിടുത്തെ ജനകീയ പൊതു നന്മ പ്രവർത്തനങ്ങളും ലോകം കണ്ടിട്ടുള്ളതാണ്. എല്ലാ മതസ്ഥരും ഉൾക്കൊള്ളുകയും വരികയും വിശ്വസിക്കുകയും ചെയ്തു പോകുന്ന പുണ്യതയാർന്ന പ്രദേശം. ഈ നാടും അവരെ വരവേൽക്കുവാനും സ്വീകരിക്കുവാനും കരുതലോടുകൂടി കാണുവാനും പ്രത്യേകമായ കാര്യങ്ങൾ കാണുന്ന ഒരു നാടും കൂടിയാണ് ഇത്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തിച്ചേർന്നതും നല്ല ഒരു ദിനത്തിൽ തന്നെ സ്വാമിജിമാർക്ക് വരാൻ കഴിഞ്ഞതും വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തോടുകൂടി ഇവിടെ ഒരു രാത്രി റെസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞതും ഞങ്ങൾ സന്തോഷത്തോടുകൂടി കാണുകയാണ്, അഭിമാനത്തോടുകൂടി ഉൾക്കൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട സ്വാമിജിമാരോടും ഭരണാധികാരികൾ എല്ലാ കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു. പരിമിതമായ ആവശ്യങ്ങൾ നമ്മളോടൊത്ത് പ്രത്യേകിച്ച് ഒന്നും ഉന്നയിച്ചിട്ടില്ല. പള്ളിയുടെ സാന്നിധ്യത്തിലൂടെ ബഹുമാനപ്പെട്ട ഗുരുജി ഇവിടെ വന്നു പോയ ആ പുണ്യതയാർന്ന സ്ഥലമായതുകൊണ്ട് ഇതിലൂടെ കടന്നു പോകുന്നു, രാത്രി ഇവിടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ അഭിമാനത്തോടുകൂടി ബഹുമാനപ്പെട്ട സ്വാമിജി എല്ലാവരെയും ആത്മാഭിമാനത്തോടും ഇഷ്ടത്തോടു കൂടി ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു. ആയിരുന്നു ശ്രീ കരുണാകരൻ ഗുരുവിൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ ഇന്ന് ഇവിടെ ആദിത്യവരുടെയിരിക്കുന്ന ബഹുമാനായ സ്വാമിമാർ. അപ്പോൾ ഇതിൽ കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ചേരലിൻ്റെയും ഒരു സർഗാത്മകതയുടെയും ഒക്കെ മനോഹരമായ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭൂമികയാണ്.
കേരളത്തിന് വലിയ സന്ദേശം നൽകുന്ന ഈ യാത്ര ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞാനൊരു കവിത, വേദാന്തങ്ങളിൽ ഒരു കവിത കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പള്ളിയിൽ ഒരാവശ്യത്തിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്ക് സമയം ഇവിടെ കഴിഞ്ഞതുകൊണ്ട് അവിടെ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിന് വേണ്ടി അത് കാത്തിരിക്കുകയായിരിക്കും. ഓം സഹനമാവൂതു സഹനവും പുനർത്തു സഹവീര്യം കരമാവഹൈ തേജസ്വി നാവതീതമസ്തുമാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് രണ്ടുപേർക്കും പരമബ്രഹ്മത്തിൽ നിന്ന് രക്ഷയുണ്ടാകട്ടെ. ദൈവത്തിൽ നിന്ന് നമുക്കൊക്കെ രക്ഷയുണ്ടാകട്ടെ. അതിൻ്റെ പരിപാലനം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിപാലനം ഹിന്ദുവിനോ മുസ്ലിമിനോ മതമുള്ളവനോ മതമില്ലാത്തവനോ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് തന്നെ കഴിവുകൾ നേടാനാകട്ടെ. നാം പഠിക്കുന്നതൊക്കെയും തേജസ് നിറഞ്ഞതാകട്ടെ. നമ്മിൽ പരസ്പരം വിദ്വേഷം ഇല്ലാതാകട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിൻ്റെ 25 വർഷങ്ങൾ കടന്നുപോകും. ആ സമയത്ത് ഗുരുവിൻ്റെ ജീവിതം തളിർത്ത വഴികളിൽ, ഗുരു കടന്നുപോയ വഴികളിൽ ഗുരുവിൻ്റെ ആയുസ്സും വപസ്സും, ഗുരുവിൻ്റെ സ്നേഹവും ഗുരുവിൻ്റെ കാരുണ്യവും ഗുരുവിൻ്റെ ത്യാഗവും ഒക്കെ വഴിഞ്ഞൊഴുകിയ മണ്ണിലൂടെ ഒരു തീർത്ഥയാത്ര. ഒരുപക്ഷെ അത് ഗുരുവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ആ യാത്രാമധ്യയാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ പടിഞ്ഞാറ് കാണുന്ന അറബിക്കടലിൻ്റെ ഈ തീരത്ത്, ഈ വെള്ള മണലിൽ ഗുരുവിൻ്റെ ഗുരുവായിരുന്ന ഖുറേഷി ഫക്കീർ, പട്ടാണി സ്വാമികൾ എന്നറിയപ്പെട്ട പത്താൻകോട്ടിൽ നിന്ന് വന്ന സൂഫി വര്യനായ അദ്ദേഹവുമായി 10-15 വർഷക്കാലം നീണ്ട ആത്മീയ സബരിയ, അത് മഹത്തായ ഒരു ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളായി ശാന്തിഗിരി ആശ്രമത്തിന്റെ നാടിന്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തി. ഗുരുവിന്റെ കൂടെ, ഖുറേഷി ഫക്കീറിന്റെ കൂടെ ഈ ഭീമാപ്പള്ളിയിലും അതുപോലെ പൂന്തുറയിലും വലിയതുറയിലും ഈ കടൽപ്പുറത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കാലത്ത് അലഞ്ഞ് തിരിഞ്ഞ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കണ്ണീരൊഴുക്കി ജീവിച്ച ത്യാഗപൂർണമായ ആ ജീവിതത്തിൻ്റെ ഏടുകളാണ് ഞങ്ങളെയൊക്കെ എന്നും എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. ഇവിടെ ഗുരു കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഗുരു ഒരു ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ആ തരത്തിലുള്ള ഒരു വ്യത്യാസവും കൂടാതെ മനുഷ്യന്റെ മാനവികതയും അതിനെ മുൻനിർത്തി മാത്രം ജീവിച്ചവരാണ്. ഗുരുവിന്റെ സന്ദേശങ്ങളെല്ലാം ജാതി മത വർണ്ണ വർഗങ്ങൾക്ക് അതീതമാണ്. അങ്ങനെ ഒരു ഉദാത്തമായ മാനുഷിക സന്ദേശമാണ് ഗുരു ലോകത്തിനായി പകർന്നു നൽകിയത്. ഗുരുവിന്റെ ജീവിത കാലഘട്ടത്തിലാണ് ഇവിടെ സമാധിയായിരിക്കുന്ന കല്ലടി മസ്താൻ എന്ന മഹായോഗിയെ കണ്ടുമുട്ടുന്നത്. ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ആശ്രമത്തിന്റെ ചരിത്രത്തിന് ഭീമാപ്പള്ളിയെ ചേർത്തല്ലാതെ പറയുവാൻ സാധിക്കുകയില്ല. ഈ പള്ളി ആശ്രമത്തിന്റെ ഒരു ആത്മീയ പറുദീസയാണ്. ഇവിടെ കൂടി കടന്നു വരുന്ന ഓരോ സമയവും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തീർത്ഥാടനമായിട്ടാണ് എല്ലാ തരത്തിലും കരുതുന്നത്. ഇന്നിവിടെ വരുവാൻ സാധിച്ചതിലുള്ള നിങ്ങളുടെ അഗൈതവമായ നിങ്ങളുടെ സ്നേഹത്തെ ഹൃദയത്തോട് ചേർക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ആത്യന്തികമായ മതേതരത്വവും ബഹുസ്വരതയും അത് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുന്ന സുപ്രധാനമായ അസുലഭമായ അവസരമാണ് ഇങ്ങനെയുള്ള ഒരുക്കലുകൾ കൂടിച്ചേർക്കുന്നത്. ഇന്നത്തെ ദിവസം വളരെ ആകസ്മികമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആഴ്ചയിലൊരിക്കലാണ് ഉസ്താദ് ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്തരായ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന, വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. വളരെ മനോഹരമായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒപ്പിയെടുക്കുന്ന രീതിയിൽ കാരുണ്യത്തിന്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇന്നിവിടെ എത്തിച്ചേർന്ന ശാന്തിഗിരിയിലെ ആശ്രമത്തിന്റെ പ്രസിഡന്റിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ മതേതരത്വത്തിന്, നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് പുതിയൊരു മാനം, ഒരു ചിത്രം, ഒരു മാനവികത, ഒരു മാനുഷികത്വം എല്ലാം എഴുതി ചേർക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളെ
ഹൃദയപൂർവ്വം സ്വീകരിച്ച് എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങളെ അവസരത്തിൽ അറിയിക്കുന്നു. The members of the Avadhuta Yatra stayed the night and slept upon that beach where Guru lay, on that sand which is so fine. Following which, flocks of people would visit him with offerings of food and clothes. He would, however, just accept a little food to eat and give the rest to someone or the other. He would often throw small rocks at the people who would come and see him. This throwing of the stone was considered to be his blessing. And thus, the people who visited him and that received this blessing gave him the loving moniker of Kalladi Mastan. The relationship between this elevated soul, Kalladi Mastan, and our Guru is significant. Our Guru, while on his Avadhuta Yatra, would often meet Kalladi Mastan. Their bond was so prominent that Kalladi Mastan would serve tea and sing verses about our Guru. On one such occasion, Kalladi Mastan sang, "He who once reigned in ancient times, how many lives have you traversed? How many times reborn as a saint divine? How many crowns worn as an emperor? Oh, you actor of fate." എപ്പോഴും ഗുരുവിൻ്റെ കൂടെ ഇരിക്കണം, ഗുരുവിൻ്റെ കൂടെ നടക്കണം, ഗുരുവിൻ്റെ വഴിയെ ചരിക്കണം. ഗുരുവിൻ്റെ പ്രാർത്ഥനയിൽ, ഗുരുവിൻ്റെ ധ്യാന മൗനങ്ങളിൽ, ഗുരുവിൻ്റെ അമേയമായ സാന്ദ്രമായ ഗുരുവിൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങളോട് ചേർന്ന് ജീവിക്കണം, അതിൽ ലയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എപ്പോഴും ഗുരുവിനെ കാണാനുള്ള അദമ്യമായ ത്വര കരുണാകരൻ ശാന്തിയുടെ മനസ്സിലുണ്ടായി. നിരവധി പ്രാവശ്യം ശിവഗിരിയിൽ നിന്നിവിടെ കാണുവാനായിട്ട് വന്നു. ഒരു ദിവസം അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച്, ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഒരു ദിവസം ഗുരുവിനെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഗുരു ഇവിടെ ഇല്ല. ഈ പറമ്പിലെവിടെയോ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ 3 ദിവസമായിട്ട് ജലപാനം പോലും ഇല്ലാതെ വ്രതമായിട്ട് ഗുരുവിനെ കാണാനായിട്ടിരിക്കുന്നു. ആ സമയത്ത് വിശന്ന് പൊരിഞ്ഞു കിടക്കുമ്പോൾ രാത്രി ഒരു ഉമ്മ വന്ന് ഒരു ചേമ്പിലയിൽ കുറച്ച് ഇറച്ചി പുഴുങ്ങി കൊണ്ടു കൊടുത്തു. അതെന്താണെന്ന് പോലും നോക്കാതെ ആ സമയത്ത് ആ ഉമ്മ
കരുണാകരൻ ശാന്തിയോട് പറഞ്ഞു, എനിക്കിന്നലെ രാത്രി ഭീമ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു അവൻ വിശന്ന് കിടക്കുന്നുവെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ആഹാരവുമായിട്ട് ഇവിടെ വന്നത്. നിന്നെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറയുന്നത് ഖുറേഷി ബക്കീറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വാണരുളുന്ന ഭീമയുടെ ദർശനം ആ ഒരു ഉമ്മയുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ എങ്ങനെയോ നടന്ന് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുകയും അതുവരെ സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഗുരു ആ ഇറച്ചി കഷ്ണങ്ങൾ എടുത്ത് ആവോളം സ്വാദോടുകൂടി കഴിച്ചു എന്ന് പറയപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള സന്യാസിമാരായ സിദ്ധന്മാരായിട്ടുള്ള സൂഫികളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിന് ഇവിടെ ഇടയാവുന്നു. അങ്ങനെയാണ് കല്ലടി മസ്താൻ എന്ന മഹാനുഭാവനെ ഗുരു കണ്ടുമുട്ടുന്നത്. അദ്ദേഹം വളരെ വലിയ സിദ്ധനായിരുന്നു. അദ്ദേഹത്തെ കാണുവാൻ നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുമായിരുന്നു. അദ്ദേഹം ഒരു ചാക്കുടുത്ത് വളരെ പ്രാകൃതനായ നിലയിൽ ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിച്ചു. ചില സമയത്ത് അദ്ദേഹത്തെ ആളുകൾക്ക് കാണാം, ചില സമയത്ത് അദ്ദേഹത്തെ ആളുകളുടെ മുമ്പിൽ അദ്ദേഹം അപ്രത്യക്ഷനാകും. അത്രയും അത്ഭുത സിദ്ധികൾ കൈമുതലായിട്ടുള്ള കൈവശമുള്ള ആളായിരുന്നു കല്ലടി മസ്താൻ. ഇവിടെ എവിടെയോ ഒരു ചായക്കടയുടെ മുമ്പിലിരുന്ന് ചായ കുടിക്കും. ചായ കുടിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കും. അവർക്ക് ആ ചായ പകുതി കുടിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കും. അത് ആളുകൾ വാങ്ങിക്കുടിച്ച് അവരുടെ മാരകമായ രോഗങ്ങൾ പോലും മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് കാണുവാനായിട്ട് വരുന്ന സമയമായിരുന്നു. ഗുരുവിൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം പല നിലകളിലുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖുറേഷി ബക്കീർ പട്ടാണി സ്വാമികൾ പറഞ്ഞതിനനുസരിച്ചാണ് കല്ലടി മസ്താനെ കാണുന്നത്. കാണുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കടയുടെ മുമ്പിൽ ഇങ്ങനെ കരുണാകരൻ ശാന്തി വന്ന് നിൽക്കുമ്പോൾ കല്ലടി മസ്താൻ പെട്ടെന്ന് കരുണാകരൻ ശാന്തിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് താൻ കുടിച്ചുകൊണ്ടിരുന്ന ചായ പകുതിയാക്കിയിട്ട് കരുണാകരൻ ശാന്തിക്ക് കൊടുത്തു. ശാന്തി അത് വേറെ ഭവ്യതയോടുകൂടി വാങ്ങി കുടിച്ചു. പെട്ടെന്ന് മസ്താൻ ചാടി എഴുന്നേറ്റിട്ട് ശാന്തിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അന്ധകാലത്തിലെ രാസാവായി പിറന്നവന് എത്തന ജന്മമെടുത്തു, എത്തന രാസാംഗം നടിപ്പവന് എത്തന തുറൈവിയായി. അതായത് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന രാജാവിനെ പോലെ ജീവിച്ചിരുന്ന, ഏറ്റവും വലിയ സന്യാസിയെ പോലെ ജീവിച്ചിരുന്ന, ജന്മാന്തരങ്ങളിൽ എത്രയോ ഉയർന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, എത്രയും ഉയർന്നു പോകുന്ന വലിയ ആത്മാവിൻ്റെ ഉടമയെ നീ ലോകത്തെ നയിക്കാനുള്ളവനാണെന്നുള്ള വാക്ക് അദ്ദേഹം തമിഴിൽ ഒരു മൊഴി പോലെ പറയുകയുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അനുഭവം. ആ സമാധിയുടെ മുമ്പിലാണ് ആ മഹാനായ ഗുരുവിൻ്റെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ, അനുഭവത്തിൻ്റെ വഴിയിൽ അവസ്ഥാ പൂർത്തീകരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അതിനെ മറ്റൊരു മാറ്റത്തിൻ്റെ പരിണാമത്തിന് ആ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ വചനങ്ങൾ, വാക്കുകൾ, ദർശനങ്ങൾ നൽകിയൊരു മഹാനായ ആളിൻ്റെ സമാധിക്ക് മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ശിഷ്യപൂജിതയുടെ ചരിത്രവും ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ ശിഷ്യപൂജിത ജനിക്കുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഏതോ ഒരു മുഖം, എപ്പോഴും അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒരു മുഖം സദാ നിറഞ്ഞു നിന്നിരുന്നു. അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പല ആശ്രമങ്ങളിലും പല അമ്പലങ്ങളിലുമൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഒരു ദിവസം ജനനിയുടെ ഒരു ബന്ധുവായ ഒരു ചിറ്റപ്പൻ താമസിക്കുന്ന ഈ തിരുവനന്തപുരത്ത് വരികയും ഈ കുഞ്ഞിനെ അത് നിർത്താതെ കരയുമായിരുന്നു. ചില സമയങ്ങളിൽ ആ കരച്ചിൽ അടക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്താണ് ആശ്രമങ്ങളിലും അമ്പലങ്ങളിലുമൊക്കെ ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ ഭീമാപള്ളിക്ക് അടുത്ത് വന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഖുറേഷി ബക്കീറിനെ കാണാനായിട്ട് നിൽക്കുന്നതിനിടയിൽ ഗുരുവിൻ്റെ അമ്മ, ശിഷ്യപൂജിതയുടെ അമ്മ, ജനനിയുടെ അമ്മ നേരെ വന്ന് ആ മഹാനായ മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പോകുമ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു ആളുകൾക്കിടയിലൂടെ. വളരെ സ്പീഡിലാണ് അദ്ദേഹത്തിൻ്റെ നടത്തം. അങ്ങനെ ആളുകൾക്കിടയിലൂടെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം നിന്നു. എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി, കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്ന ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവൾ അമ്മയുടേതല്ല, ഇവൾ ലോകത്തിൻ്റെതാണ്. അങ്ങനെ പല പ്രകാരങ്ങളിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആത്മീയ നഭസുമായി ചേർന്ന് നിൽക്കുന്ന ഈ ആകാശങ്ങൾക്ക്, ഈ പ്രകൃതിക്ക്, ഈ കാറ്റിന്, ഈ വായുവിന്, ഇവിടെ ചിലയ്ക്കുന്ന ഈ
കുഞ്ഞു പക്ഷികൾക്ക്, ഈ മരങ്ങൾക്ക്, ഈ മണ്ണിന് എല്ലാം ഗുരുവിൻ്റെ ആത്മീയ തേജസ്സുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മൾ ഇന്നലെ ഗുരു ഇവിടെ കിടന്നുറങ്ങിയ സ്ഥലങ്ങളിൽ നമ്മളിൽ പലരും കിടന്നുറങ്ങുകയുണ്ടായി. ഗുരു നടന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയുണ്ട്. ആ പടിഞ്ഞാറൻ കടലിന് ഏറെ കഥകൾ പറയാനുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കുള്ളൊരു തീർത്ഥയാത്രയാണ്. ആത്യന്തികമായ പരിണാമത്തിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ ജീവനും നമ്മുടെ അന്തരംഗങ്ങൾക്കും നമ്മുടെ ഉൾക്കാഴ്ചകൾക്കും നമ്മളുടെ ചേതനകൾക്കുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള യാത്ര. അത് ഈ ഒരു യാത്രയുടെ ഈ അപരാഹ്നങ്ങളിൽ നമ്മളിവിടെയും എത്തിച്ചേർന്നിരിക്കുന്നു.